കാവൽക്കാർ അവരോട് പറയും, സലാം, നിങ്ങൾക്ക് രക്ഷ, നിങ്ങൾക്ക് സമാധാനം. സലാമുൻ അലൈക്കും തിബ്തും, നിങ്ങൾ ഇവിടെ എന്നും സമാധാനത്തിലായിരിക്കും, നിങ്ങൾ പരിശുദ്ധരായിരിക്കും. ഫദ്ഖുലുഹാ ഖാലിദീൻ, നിങ്ങൾ ശാശ്വതരായ നിലയിൽ ഈ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിച്ചു കൊടുക്കും. അലി റളിയല്ലാഹു അൻഹു ഈ രംഗം ഒന്നുകൂടെ വിശദമായി പറയുന്നുണ്ട്. സ്വർഗ്ഗവാസി അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു മരം കാണിക്കപ്പെടും. ആ മരത്തിന്റെ അടിയിലൂടെ രണ്ട് അരുവികൾ ഒഴുകുന്നുണ്ടാവും. അല്ലാഹു അവരോട് കൽപ്പിച്ചതുപോലെ അവർ ഒരു നദിയിലേക്ക് ഇറങ്ങി വെള്ളം കുടിക്കും, മറ്റൊരു നദിയിലേക്ക് ഇറങ്ങി കുടിക്കും. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ വയറ്റിന്റെ ഉള്ളിലെ എല്ലാ രോഗങ്ങളും എല്ലാ അഴുക്കുകളും അതിലൂടെ ശുദ്ധീകരിക്കും. രണ്ടാമത്തെ നദിയിൽ നിന്ന് അവർ കുളിക്കും, അതിലൂടെ അവർ സുന്ദരന്മാരാണ്. പിന്നെ അവരുടെ മുടി എപ്പോഴും എണ്ണ തേച്ചതുപോലെ, മുടി പിന്നെ ഒരിക്കലും പാറി നടക്കില്ല. പിന്നെ അവരുടെ മുഖത്ത് ഒരിക്കലും പൊടി ബാധിക്കൂല, എപ്പോഴും അവർ നല്ല സുന്ദരന്മാരായിരിക്കും. അങ്ങനെ ഒരു സ്വർഗത്തിലേക്ക് കയറ്റപ്പെടും. സ്വർഗത്തിലേക്ക് എത്തിയാൽ ആദ്യമായി അല്ലാഹു അവർക്ക് ഭക്ഷണമായി നൽകുന്നത് കബിദുൽ ഹൂത്, ഭീമമായ ഒരു മത്സ്യത്തിന്റെ കരളും അതുപോലെ കാടപ്പക്ഷിയുടെ ഇറച്ചിയുമായി. പിന്നെ അവൻ സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങും. ഇപ്പോൾ അവർക്ക് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ച ഖാദിമീങ്ങൾ അവനെ തേടിയെത്തും. പറഞ്ഞു, ഏറ്റവും താഴേക്കിടയിലുള്ള സ്വർഗവാസികൾ അല്ലാഹു നൽകുന്നത് 80,000 ഖാദിമീങ്ങൾ. എത്ര? 80,000. അപ്പൊ അവന്റെ വീടിന്റെ വലുപ്പം എത്ര വീടുകളുണ്ടാവും? ഇവരെല്ലാവരും നിൽക്കാൻ സ്ഥലമാണ്. 80,000 ഖാദിമീങ്ങളാണ്. ഇവരിങ്ങനെ വരിയായി നിൽക്കും. അതാരാണ്? ഇവരെ കണ്ടാൽ തന്നെ വിതരപ്പെട്ട മുത്തുകൾ പോലെ ഉണ്ടാവും. സുന്ദരന്മാരായ കുട്ടികളായിരിക്കും അവരുടെ ഖാദിമീങ്ങൾ. അവർ വരിയായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന വാക്കുകൾ പറയും. അദ്ദേഹത്തിന്റെ പിറകിൽ പോകും. അവന്റെ വീടുകളിലേക്ക് നടന്നു നീങ്ങും. അല്ലാഹു പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഓരോ സ്വർഗവാസിക്കും എന്റെ വീട് ഏതാണ് എന്ന് അവർക്കറിയാം. കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ അല്ലാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. ഖബറിൽ തന്നെ അല്ലാഹു കാണിച്ചു കൊടുക്കുന്നതാണ്, ഇതാണ് സ്വർഗത്തിൽ നിനക്ക് പോകാനുള്ളത്. അവർക്കറിയാം. ഏതുപോലെ നിങ്ങൾ ജുമാ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുമ്പോൾ വീട് മാറി പോകും, ഇതേപോലെ സ്വർഗവാസി തന്റെ വീട്ടിലേക്ക് തന്നെ പോകും. അവർ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി നേരത്തെ ഓടിച്ചെന്ന് വീടുകളിലേക്ക് പോയി ഭാര്യമാരോട് പറയും, നിങ്ങളുടെ ഭർത്താവ് വരുന്നത്. അപ്പൊ ചോദിക്കും, അൻതറായിത്താവും, നീ കണ്ടോ ചോദിക്കും. അതെ എന്ന് പറയുമ്പോൾ സന്തോഷിച്ച് വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നു നിൽക്കും ഭർത്താവിനെ സ്വീകരിക്കാൻ. ആ മനുഷ്യൻ വീട്ടിലേക്ക് എത്തി ആ വീട് അടിമുടി നോക്കും. അതിന്റെ താഴ്ഭാഗം നോക്കുമ്പോൾ ഒരു പ്രകാശിക്കുന്ന മുത്തിനാറുള്ള ഒരു വലിയ കല്ലായിരിക്കും അതിന്റെ അടിത്തറ. അങ്ങനെ ഉള്ളിലേക്ക് കയറും. അവരതിന്റെ വാർപ്പിലേക്ക് നോക്കുമ്പോൾ അത് മിന്നൽ പോലെ പ്രകാശിക്കുന്നതായിരിക്കും. അല്ലാഹു അവൻക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അത്, അല്ലെങ്കിൽ അത് നോക്കുമ്പോൾ തന്നെ അവന്റെ കണ്ണടിച്ചു പോകും. ഇത്രയും പ്രകാശമാണ്. പിന്നെ ലബിനത്തു ദഹബിൻ, അവിടുത്തെ ചുമരിൽ ഒരു കട്ട സ്വർണ്ണക്കട്ടയായിരിക്കും. ലബിനത്തു ഫിദ്ദത്തിൻ, മറ്റൊരു കട്ട വെള്ളിയുടെ കട്ടയാണ്. അത് രണ്ടും ചേർത്ത് വെക്കാൻ ഉപയോഗിക്കുന്നത് കസ്തൂരിയാണ്. അത്ര തേക്കേണ്ട ആവശ്യമില്ല, അത്ര അടിക്കേണ്ട ആവശ്യമില്ല. കസ്തൂരി ചരൽക്കല്ലുകൾ തിളങ്ങുന്ന മുത്തുകൾ പോലെയാണ്. അതേപോലെ ഉയർന്ന കട്ടിലുകളാണ്. ഇപ്പൊ എങ്ങനെ കയറും? ചാടിക്കാറില്ലേ കോടിയൊക്കെ? മുഫസ്സിരികൾ പറയുന്നത്, ഒരു സ്വർഗവാസി കയറാൻ ഉദ്ദേശിക്കുമ്പോൾ താഴ്ന്നു വരും. കയറി കഴിഞ്ഞാൽ വാതിൽ തുറക്കേണ്ട ആവശ്യമില്ല. ഇൻഫത്തിഹി, തുറക്കാൻ പറയുന്നത് പറയും. ഇൻഖലിതി, സ്വർഗത്തിലെ ഭാഷ അറബിയാണ്, അറബി പഠിച്ചു. ഇൻഖലിതി, അടക്കാൻ പറയുമ്പോൾ അത് അടയും. അതേപോലെ അവിടുത്തെ എല്ലാ സെറ്റപ്പുകളും കണ്ടതിനു ശേഷം അവരിങ്ങനെ ചാരി ഇരുന്നിട്ട് പറയും, അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹു. അത് പറയുമ്പോൾ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആ സന്തോഷം, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി പറഞ്ഞു, ആ സന്തോഷമെങ്ങാനും ഒരു ദുനിയാവിലെ മനുഷ്യൻക്കാണെങ്കിൽ ആ സന്തോഷം കൊണ്ട് അവൻ മരിച്ചു പോകും. സന്തോഷം കൊണ്ട് മരിച്ചു പോകും. പക്ഷെ സ്വർഗവാസിക്ക് എന്തില്ല? മരണമില്ലാത്തത് കൊണ്ട് അവൻ മരിക്കുന്നു. എന്നിട്ട് അവരോട് പറയപ്പെടും,
ഇപ്പോൾ നീ അനുഭവിക്കുന്ന സന്തോഷം കാലാകാലം നിലനിൽക്കും. ഈ സ്വർഗത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹു തയ്യാറാക്കി വെച്ചത് മുഅ്മിനീങ്ങൾക്കാണ്. മുഅ്മിനീങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അല്ലാഹുവിന്റെ കരുണ കൊണ്ടാണ്. സ്വർഗത്തിലെത്തിയാൽ ദറജകൾ തീരുമാനിക്കപ്പെടുന്നത് അമലിന്റെ അടിസ്ഥാനത്തിലാണ്. സ്വർഗത്തിൽ ദറജകളുണ്ട്. നമ്മൾ ഓരോ അമൽ ചെയ്യുമ്പോഴും അപ്പോൾ തന്നെ നമ്മുടെ സ്വർഗത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അതേ സമയം നമ്മുടെ സ്വർഗത്തിൽ ഒരു ഈന്തപ്പന വൃക്ഷം അല്ലാഹു നട്ടുപിടിപ്പിക്കും. അത് ഏത് ഈന്തപ്പന? സ്വർഗത്തിലെ ഈന്തപ്പന എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിന്റെ തടി പച്ച നിറത്തിലുള്ള വജ്രമായിരിക്കും. അതിന്റെ മുകൾ ഭാഗം ചുവന്ന നിറത്തിലുള്ള സ്വർണമായിരിക്കും. അതിന്റെ പട്ടുകളായിരിക്കും, പട്ടിന്റെ വസ്ത്രങ്ങളായിരിക്കും. അതിൽ നിന്നാണ് സ്വർഗവാസികൾക്ക് വസ്ത്രം ഉണ്ടാക്കപ്പെടുന്നത്. ഇതിൽ നിന്ന് ആ ഈന്തപ്പനയുടെ പട്ടയിൽ നിന്നാണ്. അതിന്റെ പഴത്തെ കുറിച്ച് പറഞ്ഞു, അഹ്ലാമിനൽ അസലി, തേനിനേക്കാൾ മധുരമുള്ളത്. അബിയൂമിനൽ ലബനി, പാലിനേക്കാൾ വെളുത്തതാണ്. അല്യമിനൽ സബദി,